അമേരിക്കയിലെ സിലിക്കൺ വാലിയെ ഡീ-ഇന്ത്യനൈസ് ചെയ്യാൻ ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഡീ-ഇന്ത്യനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ ഒഴിവാക്കുക. ആയിരക്കണക്കിന് ടെക് കമ്പനീസാണ് സിലിക്കൺ വാലിയിലുള്ളത്. സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്ത് ഉള്ള ഒരു ഏരിയയാണ് സിലിക്കൺ വാലി. ഏതാണ്ട് 8,000-ഓളം വലിയ കമ്പനികളും പിന്നെ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളുമുണ്ട്. അപ്പോൾ വിദേശികളെ വർക്ക് വിസയിൽ ടെക്നിക്കൽ എക്സ്പെർട്ടിനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ജോലി ചെയ്യും. ട്രംപ് പറയുന്ന ഈ വിദേശികളെ എടുക്കുന്നതുകൊണ്ട് തദ്ദേശീയർക്ക് ജോലി നഷ്ടപ്പെടും. വിദേശികൾക്ക് പൈസ കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ കമ്പനികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടും വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് അമിത ലാഭം ഉണ്ടാക്കാം. തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം മതി. ഇവിടെ ഇപ്പോൾ ഒരു തൂപ്പുകാരനായാലും ഒരു പോസ്റ്റ്മാൻ ആയാലും ഒരു ആയക്കായാലും $19 ഒരു മണിക്കൂറിന് കൊടുക്കണം അമേരിക്കയിൽ. അപ്പോൾ $19 8 മണിക്കൂർ വെച്ചാകുമ്പോൾ $152, ഏകദേശം ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് 14,000-നും 15,000 രൂപയ്ക്കും ഇടയ്ക്ക് തരും. അതായത് നമ്മുടെ നാട്ടിലെ ഒരു ഇങ്ങനത്തെ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ വേതനം. ഇനി നമ്മുടെ ആശാ വർക്കേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ അവർക്ക് കിട്ടുന്ന വേതനമാണ് ഇവിടെ ഒരു ദിവസം കിട്ടുന്നത്. അപ്പോൾ ടെക്കികളായിട്ടുള്ള ഹൈലി സ്കിൽഡ് ലേബറേഴ്സിന് വളരെ കൂടുതൽ കൊടുക്കണം. അതുകൊണ്ട് ഈ അമേരിക്ക ഉള്ള കമ്പനികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വിദേശികളെ എടുക്കും. അപ്പോൾ അത് ട്രംപ് തീരുമാനിച്ചൊരു നല്ല തീരുമാനമാണ്. ഏതൊരു രാജ്യത്തിൻ്റെ ഭരണകർത്താവും ആ രാജ്യത്തിലെ ജനങ്ങളോടാണ് കൂറുക. അല്ലാതെ പുറത്തുള്ള രാജ്യക്കാരെ നന്നാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ. ഇപ്പോൾ 70% വർക്ക് വിസയിലുള്ള അമേരിക്കയിലുള്ള തൊഴിലാളികളിൽ ഇന്ത്യക്കാരാണ്. ഈ ഇന്ത്യക്കാർ തന്നെ നല്ലൊരു ശതമാനം മലയാളികളും ആന്ധ്രയിലും. അപ്പോൾ മലയാളികളെ സത്യം പറയുകയാണ് ഒരു സ്ഥലത്തും ജോലിക്ക് വേറെ രാജ്യത്ത് കയറ്റാൻ പാടില്ല. ഇവരുടെ നാട്ടിൽ ഒരു തലയിൽ നമ്മളൊരു വണ്ടിയിൽ ഒരു സാധനം കൊണ്ടുപോയാൽ ഇറക്കണമേ നമുക്ക് ഇഷ്ടമുള്ള തൊഴിലാളികൾ ഉപയോഗിക്കാൻ പറ്റും. ഇവിടുത്തെ ചുമട്ടുതൊഴിലാളി പറഞ്ഞാൽ അവരുടെ അവകാശം. ഒരു ടാക്സി വിളിച്ചാൽ നമ്മുടെ ഒരു കാറിൽ ഒരു പ്രൈവറ്റ് കാറിൽ എവിടെയെങ്കിലും യാത്ര കഴിച്ചാൽ അതും സമ്മതിക്കില്ല, അതും ടാക്സിക്കാരുടെ അവകാശമാണ്. യൂബർ അനുവദിക്കാത്ത ഏക ഒരു പ്രദേശം ലോകത്ത് ഈ ഭൂമി എന്ന് പറയുന്ന ചക്രവാളത്തിലുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ ഇത്തരം തദ്ദേശ സങ്കുചിത മനസ്ഥിതി ഉള്ളവരെ വേറൊരു രാജ്യത്തും കയറ്റാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഉള്ളവരെ തന്നെയാണ് അടിച്ച് തന്നെ ഇറക്കണം, ചൂല് കൊണ്ട് അടിച്ച് തന്നെ ഇറക്കണം. ഇപ്പം പല ലോകരാജ്യങ്ങളും എന്തുകൊണ്ട് ഇന്ത്യക്കാരെ പുറത്താക്കണമെന്ന് തീരുമാനിക്കുന്നു. നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് തലവഴിത്തരം. അതായത് വെസ്റ്റ് ഏഷ്യയിലോ എവിടെയെങ്കിലും ഒരു മുസ്ലിം തീവ്രവാദത്തിനെതിരെ നടപടിയെടുത്താൽ ഉടനെ പ്രതിഷേധവും മറ്റു കാര്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ നടക്കുന്നത്. ഇവർക്ക് ജോലി ചെയ്യാൻ പോയാൽ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് പോന്നാൽ പോരെ. അന്നേരം അവിടുത്തെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ, അവിടുത്തെ ഗവൺമെൻറ് പോളിസിയെ തകിടം മറിക്കാനും ശ്രമിക്കും. അപ്പോൾ ഇവർ